ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. SCERT പാഠപുസ്തക ക്ലാസ് പരമ്പരയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ബേസിക് സയൻസ് പാർട്ട് 1, അടിസ്ഥാന ശാസ്ത്ര ഭാഗം 1, സ്റ്റാൻഡേർഡ് 5, അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പാഠഭാഗത്തേക്ക് കടക്കാം. മൂന്നാമത്തെ പാഠമാണ് മാനത്തെ നിഴൽക്കാഴ്ചകൾ. ഈ SCERT പാഠപുസ്തകത്തെ അടിസ്ഥാനമാക്കി ധാരാളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പ്രകാശത്തിന്റെ സവിശേഷതകളും അതുപോലെ പ്രകാശത്തിന്റെ സ്രോതസ്സുകളായ ആകാശഗോളങ്ങളുടെ പ്രത്യേകതയും വളരെ ചെറിയൊരു ടോപ്പിക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ ഈ വിഭാഗത്തിൽ പഠിക്കുകയാണ്. പ്രകാശത്തിന്റെ മാനത്തെ നിഴൽക്കാഴ്ചകൾ, പ്രകാശം വന്ന് പതിക്കുമുണ്ടാകുന്ന വസ്തുക്കൾക്ക് പ്രകാശത്തെ കടത്തിവിടുമോ കടത്തിവിടാതിരിക്കുമോ, അതുപോലെ നിഴലുകളുടെ രൂപീകരണം, ഇങ്ങനെ തീർച്ചയായും ലളിതമായ ഒരു ടോപ്പിക്കാണത്. ഇതിന് പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ നിഴലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശം നേർവഴിയിൽ സഞ്ചരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണത്തോടു കൂടിയാണ് ഈ പാഠഭാഗം തുടങ്ങുന്നത്. ഈ പാഠഭാഗങ്ങളെ ഈ പരീക്ഷണങ്ങളൊന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കുകയൊന്നും വേണ്ട. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട PSC ഓറിയന്റഡ് ആയിട്ടുള്ള PSCക്ക് ചോദിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒരു ഭാഗം നമുക്കറിയാതായിരിക്കും. ഒന്ന് റിവൈസ് ചെയ്യുക. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു, അത് ഓർത്തിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് പ്രകാശം കടത്തിവിടുന്നവയും കടത്തിവിടാത്തവയുമായ വസ്തുക്കളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ, അഥവാ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ്. എന്നാൽ പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അതാര്യ വസ്തുക്കൾ, അഥവാ ഒപാക് ഒബ്ജക്ട്സ്. അതുപോലെ തന്നെ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധതാര്യ വസ്തുക്കൾ, അഥവാ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ്. ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്സ് അഥവാ അർദ്ധതാര്യ വസ്തുക്കൾ. ഇത്രയും പ്രധാന മെയിൻ പോയിന്റ്സുകളാണ് ആ ഭാഗത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഈ പാഠത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ജലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ജലം പ്രകാശം കടത്തിവിടുന്ന തരം വസ്തുവാണ്. അതായത് ചില ഖരപദാർത്ഥങ്ങൾ പ്രകാശത്തെ കടത്തിവിടുന്നുണ്ട്, എന്നാൽ ചില ഖരപദാർത്ഥങ്ങൾ കടത്തിവിടുന്നില്ല. അതുപോലെ ദ്രാവകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദ്രാവകങ്ങൾ എന്താണ്, ചില അർദ്ധധാരങ്ങളുണ്ട്, എന്നാൽ പ്രകാശത്തെ കടത്തിവിടുന്നവയും ഉണ്ട്. എന്നാൽ വാതകങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അത് പൊതുവെ സുതാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ജലത്തെ കുറിച്ച് പറയുമ്പോൾ ജലം സുതാര്യ ദ്രാവകമാണ് എന്ന് ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് വരുന്നത് നിഴലുകളെ കുറിച്ചാണ്. എന്താണ് നിഴലുകളെന്ന് നമുക്കറിയാം. പ്രകാശം ഒരു അതാര്യ വസ്തുവിൽ വന്ന് പതിക്കുമ്പോൾ അതിന് എതിർഭാഗത്ത് നിഴലുണ്ടാവും. അപ്പൊ അറിഞ്ഞിരിക്കുക, അതാര്യ വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നിഴലുണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കള് അതാര്യ വസ്തുക്കളാണ്. സുതാര്യ വസ്തുക്കളോ അർദ്ധധാര്യ വസ്തുക്കളോ ആണെന്നോ അല്ലേ? അപ്പം അർദ്ധധാര്യ വസ്തുക്കൾക്ക് ഒരു പരിധിവരെ ചിലപ്പോൾ സാധ്യതയേക്കാൻ, എങ്കിലും നമ്മൾ ഓർത്തിരിക്കുക അതാര്യ വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് പഠിക്കുക. അടുത്തായിട്ട് വരുന്നത് ചെറിയ പരീക്ഷണമാണ്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ആകാശഗോളങ്ങളുടെ ഭാഗമാണ്. ആകാശഗോളങ്ങൾക്ക് നിഴലുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നത് നോക്കൂ. പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലാണെന്ന് നമുക്കറിയാം. എന്നാൽ രാത്രി
എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നോക്കണ്ട. ഭൂമി ഒരു അതാര്യ വസ്തു ആണ് എന്ന് പഠിക്കുക. ഭൂമി എന്തെയും നീരിനെ സൂര്യപ്രകാശത്തെ അതിന്റെ പതിക്കുന്നതിന് എതിർ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, കടത്തി വിടുന്നില്ല. അപ്പോൾ ഭൂമി ഒരു അതാര്യ വസ്തുവാണ് എന്ന് പഠിക്കും. ചിത്രം കൊടുത്തിട്ടുണ്ട്. സൂര്യൻ അതിന്റെ പ്രകാശം ഭൂമിയിൽ പതിക്കുന്നുണ്ട്. ആ പതിക്കുന്ന ഭാഗത്ത് വെള്ള നിറത്തിലും അതിന്റെ എതിർ ഭാഗത്ത് എന്താണ് കറുത്ത നിറത്തിലും കൊടുത്തിട്ടുണ്ട്. പതിക്കുന്ന ഭാഗം പകലും ഈ കറുത്ത ഭാഗം എന്തായിരിക്കും രാത്രിയുമായിട്ട് ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഇനി അടുത്തത്, സൂര്യനെ വലംവയ്ക്കുന്ന ചില ആകാശ ഗോളങ്ങളിലെ നിഴൽപ്പാതകൾ കണ്ടില്ലേ? ഈ നിഴൽപ്പാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർ ദിശയിലാണ്. അപൂർവമായി ഒരു ആകാശഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാൻ ഇടയാകാറുണ്ട്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളാണ് നമ്മൾ താഴെ പറയുന്നത്. അതായത് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ആണ് നമുക്കിവിടെ ഈ പാഠഭാഗത്ത് അത്തരത്തിലുള്ള ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പൊ എന്താണ് സൂര്യഗ്രഹണം, എന്താണ് ചന്ദ്രഗ്രഹണം എന്ന് മനസ്സിലാക്കണം, തിരിഞ്ഞു പോകരുത്. സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ് എന്താണ് നോക്കുക. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽപ്പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ്. അപ്പോൾ സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്താണ്? സൂര്യനായിരിക്കും. ചന്ദ്രഗ്രഹണ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്താണ്? ചന്ദ്രനായിരിക്കും. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇങ്ങനെ സൂര്യഗ്രഹണ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാത്തത് എന്താണ്? സൂര്യനെ കാണുന്നില്ല. ഓർക്കുക, സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിലായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ നടുക്ക് വരുന്ന ഏതാണ്? സൂര്യനും ഭൂമിക്കിടയിൽ ചന്ദ്രനായിരിക്കും വരുന്നത്. അത് ഓർക്കുക. സൂര്യഗ്രഹണ സമയത്ത് സൂര്യന് ഭൂമിക്ക് മുകളിൽ വരുന്നത് ചന്ദ്രനായിരിക്കും. അപ്പൊ ചന്ദ്രൻ ഭൂമിയുടെ സൂര്യനിടയ്ക്ക് വരുമ്പോൾ സൂര്യനുള്ള പ്രകാശം മൂലം ഈ ചന്ദ്രന്റെ മേൽപ്പാതയിൽ ഭൂമി എത്തുകയും ഭൂമി കാണപ്പെടുകയും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. അപ്പൊ ചന്ദ്രന്റെ മേൽപ്പാതയിൽ എത്തുന്ന ഭൂമി ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും ഈ നിഴൽ പതിയുടെ പ്രദേശത്ത് നിന്ന് നാം നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. ഇവര് ചിത്രം കൊടുക്കുന്നതാണ്. സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഇവ നേർരേഖയിൽ വരുന്ന ഒരു പ്രതിഭാസം. സൂര്യനുള്ള പ്രകാശം ചന്ദ്രന് പതിക്കുന്നു. ചന്ദ്രന് പതിക്കുന്ന ഭാഗത്ത് ആ വെളുത്ത നിറം അല്ലേ, അവിടെ നേരില്ല. ഒരു നേരിൽ ഓരോ ദിശയിലേക്ക് വരുന്നു. ആ നേരിൽ ഒന്നാണ്ട് ഭൂമിയിൽ പതിക്കും. ഈ ഭൂമിയിൽ പതിക്കുന്ന നേരിൽ പതിക്കുന്ന ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചന്ദ്രന്റെ നേർഭാഗം മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ ഈ സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് സൂര്യഗ്രഹണങ്ങൾ പല വിധത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. അതായത് 3 വിധം. പൂർണ്ണ സൂര്യഗ്രഹണം, അത് പടം ചിത്രം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് ഭാഗിക സൂര്യഗ്രഹണം, കണ്ട ചിത്രം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് വലയ സൂര്യഗ്രഹണം. ഇങ്ങനെ 3 തരത്തിലാണ് സൂര്യഗ്രഹണം. പൂർണ്ണ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം. ഇത് 3 ഓർത്തിരിക്കുക. അടുത്ത ചന്ദ്രഗ്രഹണത്തിലേക്ക് വരാം. ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ചന്ദ്രഗ്രഹണ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാത്ത ആരെയാണ്? ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. നോക്കുക, ഇവിടെ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലാണ്. ഇവര് 3 പേരും നേർരേഖയിലാണ്. പക്ഷെ വ്യത്യാസം ഭൂമിയാണ് ഇവയ്ക്കിടയിൽ വരുന്നത്. ഇപ്പൊ സൂര്യനും ചന്ദ്രനും ഇടയിൽ ആരാ വരുന്നത്? ഭൂമിയാണ് വരുന്നത്. അപ്പൊ ഭൂമിയുടെ മേൽ എന്ന് പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം ഭൂമിയിൽ തട്ടി എതിർദിശയിൽ നിഴലുണ്ടാവും. ആ നിഴൽ എന്ത് ചെയ്യും? ആ ഭൂമിയുടെ മേൽഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ
സൂര്യന്റെ നേർ സ്ഥാനത്ത് ആരാ വരുന്നത്? ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ നമുക്ക് സാധിക്കുകയില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ സൂര്യഗ്രഹണ സമയത്ത് സൂര്യന് ഭൂമിക്ക് ഇടയിൽ ചന്ദ്രനാണ് വരുന്നത്. ഓക്കെ. പക്ഷെ ചന്ദ്രഗ്രഹണ സമയത്തോ സൂര്യനും ചന്ദ്രനും ഭൂമി വരുന്നു. അപ്പൊ ഒരു നേർരേഖ വരികയും ഭൂമിയുടെ മേൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഇതാണ് ചന്ദ്രഗ്രഹണം. ഓക്കെ, ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ഗ്രഹണ നിരീക്ഷണം. അത് നമുക്കറിയാം. ഗ്രഹണ നിരീക്ഷണം എന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് നിരീക്ഷിക്കേണ്ടതാണ്. പകരം സൂര്യ ഫിൽട്ടറുകൾ ഉപയോഗിക്കണം. അല്ലെങ്കിൽ പ്രതിപതന രീതിയോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ച് മാത്രമേ ഗ്രഹണ നിരീക്ഷണം നടത്താവൂ. അതായത് സുരക്ഷിത മാർഗങ്ങളിലൂടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് തകരാറുണ്ടാവും. അത് ഉറപ്പാണ്. അപ്പൊ അതിനാൽ നമ്മൾ ടെലസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവ ഉപയോഗിച്ച് ഒരിക്കലും സൂര്യനെ നോക്കരുത്. മറ്റ് ഗ്രഹങ്ങളെ വീക്ഷിക്കുന്നത് പോലെ നമ്മൾ സൂര്യനെ നോക്കാൻ പാടില്ല. അതിന് ഉപയോഗിക്കേണ്ട എന്താണ്? സൂര്യ ഫിൽട്ടറുകൾ, പ്രതിപതന രീതി അല്ലെങ്കിൽ പ്രക്ഷേപണ രീതി ഉപയോഗിച്ച് മാത്രമേ സൂര്യഗ്രഹണം നമ്മൾ നിരീക്ഷിക്കുവാൻ പാടുള്ളൂ. ഇപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം കഴിഞ്ഞ് ഈ പാഠഭാഗം തീർന്നിരിക്കുകയാണ്. അപ്പം ഇതിൽ അടുത്ത പ്രധാനപ്പെട്ട 1-2 പോയിന്റ്, പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് പ്രകാശം എന്താണ്? നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. വളഞ്ഞ് വേവ്സിനെ പോലെ അല്ല. അടുത്തത് വസ്തുക്കൾ സ്വകാര്യം, അതാര്യം, അർദ്ധകാര്യം എന്നിവ തരംതിരിക്കാൻ കഴിയുന്നു. ഇതാണ് പ്രധാന പഠന നേട്ടങ്ങൾ കൊടുക്കുന്നതെന്ന് ഇവർ പഠിച്ചിരിക്കുന്നത്. പിന്നെ ഇത്രയുള്ളൂ. ഇതിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഇതാണ്. ഈ ചാപ്റ്റർ കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. നെറ്റ്വർക്ക് പ്രവർത്തനങ്ങളൊക്കെയാണ്. സിമ്പിൾ ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ് ഇടുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സുഹൃത്തുക്കൾക്ക്, അതായത് PSC പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാപ്റ്റർ കൂടെ ക്ലോസ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.